പണ്ട് പണ്ട് മനോഹരമായ ഒരു കാട്ടിൽ ടോമി എന്നു പേരുള്ള ഒരു ആമക്കുഞ്ഞു ഉണ്ടായിരുന്നു. ടോമി എല്ലാം പതുക്കെയാണ് ചെയ്തിരുന്നത്. നടക്കുന്നതും സംസാരിക്കുന്നതും ഇഷ്ടപ്പെട്ട ഇലകൾ കഴിക്കുന്നതും എല്ലാം. പക്ഷേ മറ്റു കൂട്ടുകാർ പലപ്പോഴും അവനെ നോക്കി ചിരിക്കും. ടോമി, നീ ഒരുപാട് പതുക്കെയാണല്ലോ. ഒന്നിനും കൃത്യസമയത്ത് എത്തില്ലല്ലോ. പെറ്റുമുയൽ പറഞ്ഞു. ടോമി ചിരിച്ചുകൊണ്ട് പതിയെ പറഞ്ഞു: എനിക്ക് വേഗത്തിൽ പോകേണ്ട ആവശ്യമില്ല. ഞാൻ മുന്നോട്ട് പോയാൽ മാത്രം മതി. ഒരു ദിവസം കാട്ടിലെ മൃഗങ്ങൾ ഒരു വലിയ ഓട്ടമത്സരം പ്രഖ്യാപിച്ചു. വനം മഹാ ഓട്ടമത്സരം. എല്ലാവർക്കും വലിയ സന്തോഷമായി. അവർ പരിശീലിക്കാൻ തുടങ്ങി. എല്ലാവരെയും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ടോമിയും മത്സരത്തിൽ പേര് നൽകി. മറ്റുള്ളവർ കളിയാക്കി ചിരിച്ചുകൊണ്ട് ചോദിച്ചു: ടോമി, നീ ഈ ഓട്ടമത്സരത്തിൽ നടക്കുമോ അതോ ഉറങ്ങുമോ? ഓട്ടമത്സരം ആരംഭിച്ചു. മുയലുകളും മാനുകളും മുന്നോട്ട് കുതിച്ചു. ടോമി പതിയെ പതിയെ മുന്നോട്ട് നീങ്ങി. കാറ്റും കാടിന്റെ ശബ്ദവും ആസ്വദിച്ചു. പക്ഷേ അധികം വൈകാതെ ഇരുണ്ട മേഘങ്ങൾ ആകാശത്ത് നിറഞ്ഞു. ഇടി മുഴങ്ങി. കനത്ത മഴ പെയ്തു. വേഗത്തിൽ ഓടിയിരുന്നവർ ചെളി നിറഞ്ഞ വഴിയിൽ തെന്നിവീഴുകയും വഴി തെറ്റുകയും ചെയ്തു. ചിലർ അരുവിയിലേക്ക് വീണു. എന്നാൽ ടോമിക്ക് മുൻപ് പലതവണ കണ്ടിട്ടുള്ള സുരക്ഷിതമായ ആ വഴി ഓർമ്മ വന്നു. അവൻ ശാന്തമായി വിളിച്ചു പറഞ്ഞു: ഈ വഴിയാണ്. എല്ലാവരും എന്നെ പിന്തുടരൂ. ഓരോരുത്തരായി മൃഗങ്ങൾ ടോമിയുടെ പിന്നാലെ പോയി. സുരക്ഷിതമായി ഫിനിഷിംഗ് ലൈനിൽ ഒരുമിച്ച് എത്തിച്ചേർന്നു. മഴ തോർന്നപ്പോൾ എല്ലാവരും ടോമിയെ കെട്ടിപ്പിടിച്ചു. അവർ സന്തോഷത്തോടെ പറഞ്ഞു: ഡോമി, നീയാണ് ശരിക്കുമുള്ള വിജയി. ടോമി ചിരിച്ചുകൊണ്ട് മറുപടി നൽകി: വേഗത കൊണ്ട് എപ്പോഴും വിജയം നേടാനാവില്ല. ബുദ്ധിയും ധൈര്യവുമാണ് വിജയിക്കുക.